നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ PV അൻവർ MLA അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എടുത്ത കേസിലാണ് അറസ്റ്റ്. പൊതുമുതൽ നശിപ്പിക്കൽ, പോലീസിന്റെ കൃത്യനിർവഹണം തടയൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി PV അൻവർ MLA ഉൾപ്പെടെ കണ്ടാലറിയുന്ന 11 പേർക്കെതിരെയാണ് കേസ്. PV അൻവർ MLA ഒന്നാം പ്രതിയാണ്. കേസിൽ അറസ്റ്റിലായ PV അൻവർ MLA 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. തവന്നൂർ സബ് ജയിലിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയത്. പോരാട്ടം തുടരുമെന്ന് PV അൻവർ റിമാൻഡിന് പിന്നാലെ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് തന്റെ അറസ്റ്റെന്നായിരുന്നു PV അൻവറിന്റെ ആദ്യ പ്രതികരണം. പിണറായി ഇഷ്ടം എന്താണോ അത് നടക്കുമെന്നും ഗുണ്ടാ തലവനെ കൊണ്ടുപോകുന്ന രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് ഈ നാടകമെന്നും ഭരണകൂട ഭീകരതയുടെ ഏറ്റവും വലിയ തെളിവാണിതെന്നും അൻവർ പറഞ്ഞു. കരുളായി ഉൾവനത്തിൽ ശനിയാഴ്ച രാത്രി മണി എന്ന ആദിവാസി യുവാവിനെ കാട്ടാന അടിച്ചു കൊന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് MLAയുടെ നേതൃത്വത്തിൽ DMK പ്രവർത്തകർ പ്രതിഷേധിച്ചു. പ്രതിഷേധക്കാർ അടച്ചിട്ട നിലമ്പൂർ നോർത്ത് DFO ഓഫീസിന്റെ പൂട്ട് തകർത്ത് ഉള്ളിൽ കയറി സാധന സാമഗ്രികൾ നശിപ്പിച്ചു. ജില്ലാ ആശുപത്രിയിലെത്തിയും പ്രതിഷേധിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പോലീസിന്റെ നടപടി. പൊതുമുതൽ നശിപ്പിച്ച കേസിന്റെ പേരിൽ PV അൻവറിന്റെ വീട് വളഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ ചോദിച്ചു. അൻവർ പൊതുപ്രവർത്തകനും MLAയുമാണെന്നും പിടികിട്ടാപ്പള്ളിയിൽ നിന്നും അറസ്റ്റിന് പോലീസ് അമിത വ്യഗ്രത കാണിച്ചുവെന്നും അറസ്റ്റിന് പിന്നിലെ ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചന വ്യക്തമാണെന്നും സുധാകരൻ പറഞ്ഞു. PV അൻവറിനെ രാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത പോലീസ് നടപടി ഭരണകൂട ഭീകരതയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അദ്ദേഹം ഒരു MLA ആണെന്നും അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് രാത്രിയിൽ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളൊന്നും നിലവിലില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. മുൻകാലങ്ങളിൽ നടന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ തുടർച്ചയായി സർക്കാർ ഭരണകൂട ഭീകരതയുടെ ഏറ്റവും വൃത്തികെട്ട മുഖം കാണിക്കുന്ന സംഭവമാണിതെന്നും ചെന്നിത്തല പ്രതികരിച്ചു. നിലമ്പൂർ കരുളായി വനത്തിൽ കാട്ടാന ആക്രമണത്തിൽ മഞ്ചേരി പൂപ്പാറ കോളനിയിലെ മണി കൊല്ലപ്പെട്ട സംഭവത്തിൽ വനം വകുപ്പ് നടത്തിയ കൊലപാതകമാണെന്ന് PV അൻവർ MLA പറഞ്ഞു. മണി എന്ന യുവാവ് 2.5 മണിക്കൂർ രക്തം വാർന്നു കിടന്നുവെന്നും ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിയെന്നും തെരുവ് പട്ടിയുടെ വില പോലും മനുഷ്യജീവന് നൽകുന്നില്ലെന്നും MLA പ്രതികരിച്ചു. PV അൻവർ MLAയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടത്തിയ പ്രതിഷേധത്തിൽ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്തിരുന്നു. മലപ്പുറം കരുളായിൽ ശനിയാഴ്ച രാത്രിയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ മരിച്ച ആദിവാസി യുവാവ് മണിയുടെ കുടുംബത്തെ ഏറ്റെടുക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. മണിയുടെ ഭാര്യയ്ക്ക് വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകുമെന്നും ഭിന്നശേഷിക്കാരിയായ മൂത്ത മകളുടെ ചികിത്സ വനം വകുപ്പ് ഏറ്റെടുക്കുമെന്നും DFO അറിയിച്ചു. മണിയുടെ കുടുംബത്തിനുള്ള 10 ലക്ഷം രൂപ ധനസഹായം ഉടൻ നൽകുമെന്ന് സൗത്ത് വയനാട് DFO അറിയിച്ചു. കലാപരമായി ഉയർന്ന നിലവാരം പുലർത്തുന്ന കുട്ടികൾ സാമ്പത്തികമായി പിന്നോക്കമായതിൻ്റെ പേരിൽ ഒരു തരത്തിലും വിവേചനം അനുവദിക്കാൻ പാടില്ലെന്നും മന്ത്രി V ശിവൻകുട്ടി. ഓരോ സ്കൂളിലും മത്സരബുദ്ധിയോടെയാണ് വിദ്യാർത്ഥികളെ ഇതിനായി തയ്യാറെടുപ്പിക്കുന്നത്. അത്തരം ഘട്ടങ്ങളിൽ ചില കുട്ടികൾക്കെങ്കിലും അത് സാമ്പത്തിക ബാധ്യതയായി തീരുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനും അനാവശ്യ ധാരാളിത്തം ഒരിടത്തും ഇല്ലാതിരിക്കാനും അധ്യാപകർ മുൻകൈയെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. 2ാം ദിനമായ ഇന്നലെയും ശിവൻകുട്ടി ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ഒപ്പം ഭക്ഷണം കഴിക്കാനെത്തിയിരുന്നു. ഇതുവരെ കലോത്സവം സംബന്ധിച്ച് പരാതികളൊന്നും എത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവം സൗജന്യ യാത്രാ സൗകര്യമൊരുക്കി KSRTC. 10 ഇലക്ട്രിക് ബസ്സുകളാണ് കലോത്സവത്തിനായി സർവീസ് നടത്തുന്നത്. വിവിധ വേദികളെ ബന്ധിപ്പിച്ച് രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെയാണ് KSRTC ബസ് സർവീസ് നടത്തുന്നത്. വേദികളിൽ നിന്നും പുത്തരിക്കണ്ടം മൈതാനത്തെ ഭക്ഷണ കേന്ദ്രത്തിലേക്കാണ് പ്രധാനമായും ബസ് സർവീസ് നടത്തുന്നത്. മന്ത്രിയെ മാറ്റണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയി NCP. NK ശശിധരനെ മാറ്റി തോമസ് K തോമസിനെ മന്ത്രിയാക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി വീണ്ടും NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയോട് വ്യക്തമാക്കിയതോടെയാണ് NCP വഴങ്ങിയത്. ഇനി അവകാശവാദം ഉന്നയിക്കില്ലെന്ന് PC ചാക്കോ ഭാരവാഹി യോഗത്തെ അറിയിച്ചു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ സർക്കാരിനോട് 5 ചോദ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അനിൽ അംബാനിയുടെ കമ്പനിയിൽ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് RCFL-ൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ 60 കോടി 80 ലക്ഷം രൂപ നിക്ഷേപിച്ച് സംസ്ഥാന സർക്കാരിന് 101 കോടി രൂപയുടെ നഷ്ടമാണ് ഇതുവരെ ഉണ്ടാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പട്ടിക്കാട് ജാമിയ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം സമകാലിക രാഷ്ട്രീയ കാലാവസ്ഥയെ വരച്ചു കാട്ടുന്നതും ഭാവി ഇന്ത്യയെക്കുറിച്ചുള്ള പ്രതീക്ഷയെല്ലാം അടങ്ങിയതുമാണെന്ന് സാദിഖ് അലി തങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചു.
മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച അനാവശ്യമാണെന്നും ചർച്ച ചെയ്യേണ്ട സമയം ഇതല്ലെന്നും UDF കൺവീനർ MSN പങ്കെടുക്കുന്ന പരിപാടികളുടെ എണ്ണം നോക്കിയല്ല മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി പദവിയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇതെന്നും ആരെങ്കിലും പുകഴ്ത്തിയതുകൊണ്ട് തീരുമാനത്തിൽ എത്തിയെന്ന് പറയാനാകില്ലെന്നും ലീഗ് നേതാവ് MK മുനീറും പറഞ്ഞു. മുഖ്യമന്ത്രിയെ മുസ്ലിം ലീഗ് നിശ്ചയിച്ച് നൽകാറില്ലെന്നും അങ്ങനെ ഒരു കീഴ്വഴക്കം ലീഗിനില്ലെന്നും തെരഞ്ഞെടുപ്പിലേക്ക് ഇനി ഒരു വർഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരെങ്കിലും പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രി ആവില്ലെന്നും എല്ലാവരെയും പുകഴ്ത്താറുണ്ടെന്നും ആരെയും ഇകഴ്ത്താറില്ലെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. എല്ലാ സമുദായങ്ങളും കോൺഗ്രസ്സുകാരെ സ്വീകരിക്കുന്നത് നല്ല കാര്യമാണെന്നും എന്നാൽ മുഖ്യമന്ത്രി ആരെന്ന് ചർച്ച ചെയ്യാനുള്ള സമയമല്ല ഇതെന്നും മുരളീധരൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ഉള്ളപ്പോൾ മുഖ്യമന്ത്രി കാര്യം ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലക്കേസിലെ കുറ്റവാളികളായ 9 പേരെ വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കുറ്റവാളികളായ രഞ്ജിത്ത്, സുധീഷ്, ശ്രീരാഗ്, അനിൽകുമാർ, സജി, അശ്വിൻ, പീതാംബരൻ, സുരേഷ് എന്നിവരെയാണ് ജയിൽ മാറ്റിയത്. കോടതി നിർദ്ദേശപ്രകാരമാണ് ജയിൽ മാറ്റിയതെന്ന് അധികൃതർ പറഞ്ഞു. തങ്ങളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണമെന്ന് പ്രതികൾ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ബന്ധുക്കൾക്കടക്കം വന്ന് കാണാൻ ഇതാണ് നല്ലതെന്നും പ്രതികൾ പറഞ്ഞിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിച്ച് പെരിയ ഇരട്ടക്കൊലക്കേസ് ശിക്ഷിക്കപ്പെട്ട പ്രതികളെ P. ജയരാജൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ സന്ദർശിച്ചു. കോടതി വിധി അന്തിമമല്ലെന്നും കമ്മ്യൂണിസ്റ്റുകാരെ തടവറ കാണിച്ച് പേടിപ്പിക്കേണ്ട എന്നുമായിരുന്നു ജയരാജന്റെ പ്രതികരണം. CPMക്കാർ കൊല്ലപ്പെടുമ്പോൾ ധാർമ്മിക ബോധം കാശിക്ക് പോയോ എന്നും കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെടേണ്ടവരാണോ ധാരണയെന്നും ജയരാജൻ ചോദിച്ചു. അന്തർദേശീയ നിലവാരത്തിലുള്ള കെട്ടിടങ്ങളും അതിനനുയോജ്യമായ സൗകര്യങ്ങളും പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുവാനുള്ള കേരള സർക്കാരിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രി ഡോക്ടർ R. ബിന്ദു പറഞ്ഞു. അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ ചൂരക്കാട്ടുകര ഗവൺമെൻറ് UP സ്കൂളിൽ വിദ്യാകരണം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉമ്മ തോമസിന് പരിക്കേറ്റ കൊച്ചിയിലെ പരിപാടിയെപ്പറ്റി ഗിന്നസ് ബുക്ക് അധികൃതരോട് വിവരം തേടാൻ കൊച്ചി സിറ്റി പോലീസ്. ഗിന്നസുമായി മൃദംഗ വിഷൻ ഒപ്പിട്ട കരാർ രേഖകൾ കൈമാറണമെന്ന് കത്തയക്കുമെന്നും അറിയിച്ചു. സാമ്പത്തിക ചൂഷണവുമായി ബന്ധപ്പെട്ട കേസിലാണ് തീരുമാനം. അതേസമയം അപകടത്തിൽപ്പെട്ട ഉമ്മ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ കൂടുതൽ പുരോഗതിയെന്ന് അധികൃതർ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.